today. Glory be to the Father, and to the Son, and to the Holy Spirit. His Grace, Athirimeni Thomas Mar Ivanius Metropolitan, although he is in Kerala currently, but we remember him at this time and pay our reverence to him. Respected Achins, all my dear mothers, sisters, and all the children tagging along with them, on behalf of the Diocese of Southwest of America, I welcome you all to this blessed fasting prayer being held on 31st Jan 2025, today, the 5th Friday for this new year. Where 2 or 3 are met in my name, I will be there in their midst, says the Lord. Believing that He is in our midst right now, let's praise the Lord for all the goodness that He has given us, for all the grace and mercies He has showered on us always. ദൈവം തന്ന എല്ലാ ചെറുതും വലുതുമായ ദാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫാസ്റ്റിംഗ് പ്രയർ തുടങ്ങാം. Remember, the Lord has chosen the righteous for His own, and He hears me when I call to Him. യഹോവ നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരും ആക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ച് നമുക്ക് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കാം. അവൻ കേൾക്കും. Let us all prayerfully sit, submitting ourselves at His feet. I request Ebiachin to start with the opening prayer. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. കൃപയിലും നന്മയിലും ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ. ഞങ്ങൾ കൂടി വരുമ്പോൾ പരസ്പരമുള്ള ബന്ധത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ച് ചേരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കുറവുകളെയും ബലഹീനതകളെയും ഓർക്കാതെ നന്മകളും അനുഗ്രഹങ്ങളും നൽകണമേ. നീ കാണിക്കുന്ന വഴിയിലൂടെ നടപ്പാനും അതിലൂടെ ഈ ലോകത്തിന്റെ നല്ല സന്ദേശകരായി തീരുവാനും തക്കവണ്ണം ഇടയാക്കണം. ഞങ്ങളുടെ എല്ലാ ഇടവകളെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. കൂടിവരവുകളെ അവിടുന്ന് അനുഗ്രഹിക്കണം. നമ്മുടെ കൂട്ടായ്മകൾ കൂടുതൽ ശക്തിപ്പെടുവാനും അത് ഇടവകയ്ക്കും വ്യക്തികൾക്കും സഭയ്ക്കും സമൂഹത്തിനും അത് ശ്രേഷ്ഠമായ നല്ല സന്ദേശങ്ങളായി തീരുവാനും തക്കവണ്ണം ഇടയാകണം. കൂടി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് കൂടി വരാൻ കഴിയാതെ പോയവരെയും അനുഗ്രഹിക്കണം. ദൂരെയും ചാരയുമായിരുന്ന് ഇത് ശ്രവിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. ഇന്ന് വചനം ഘോഷിക്കുന്ന ദാസി അവിടുന്ന് കൃപയിൽ പൊതിയണമേ. നീ തന്നെ സംസാരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. Thank you, Acha. Today's prayer is led by St. Thomas Church, Atlanta region. I welcome all the sisters who have joined from that region and all other regions. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. I will praise you with all my heart. I will sing with joy because of you. I will sing and praise you, Almighty God. Continuing with our prayers, I now call Bina Alex to unmute and sing a song. Shini, can you hear me? Yes, we can hear you. Okay. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള
അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. Thank you, Beena. God bless you and your family. Beg for knowledge, plead for insight. Look for it as hard as you would for silver or some hidden treasure. Now, as we listen to the scripture verses, let us fearfully have reverence for the Lord. ഭക്തിയോടും ഭയത്തോടും കൂടെ ഇരുന്ന് ദൈവത്തിന്റെ വചനത്തെ നമുക്ക് കാതോർത്ത് കേൾക്കാം. Raji Cherian will read the scripture verses for us from Romans chapter 5, verse 12 to 21. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്യാത്തതിന്റെ ഫലം ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീരുന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായ ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും.
എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വന്നതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ദൈവമേ സ്നേഹിക്കുമോ ബാരക്കുമോ. Thank you, Raji. Just as all people were made sinners as a result of the disobedience of one man, in the same way, we will all be put right with God as a result of obedience of one man, and that is Jesus Christ himself. ഇന്ന് നമുക്ക് തിരുവചനം കേൾപ്പിച്ചു തന്ന ലീല ആൻറ്റി, ക്രിസ്റ്റിന ആൻഡ് രാജിയെയും അവരുടെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിക്കാം. Praising God, our Lord and our God, again and again. എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിച്ച് I request Achin to lead us into Karma prayer. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറഖ്മാർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത് മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. സകല സ്വർഗീയരും തന്നെ മഹത്വപ്പെടുത്തുന്നതിലേക്ക് തന്റെ ശക്തിയാൽ അവരെ എല്ലായ്പ്പോഴും ഇളക്കുന്നതായി ഒരിക്കലും വന്ദിക്കാത്തതായും ഉറങ്ങാതെയും ഇരിക്കുന്ന ഉണർവുള്ളവനായ കർത്താവെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. തിന്മകളിലേക്ക് ചാഞ്ഞു കൊടുക്കാതെ വിശുദ്ധ ഉണർവോടും ശോഭയും വെടിപ്പും വെണ്മയുമുള്ള ആത്മീയ വിചാരങ്ങളുടെ നിർമ്മലതയോടുകൂടെയും കഴിഞ്ഞു പോകുന്നതായി ലോകത്തിലെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും നിന്ദിനും ബലഹീനനുമായ എന്റെ ഹൃദയം ഒഴിഞ്ഞിരിപ്പാൻ എനിക്ക് ശക്തി നൽകണമേ. സകലവർഗങ്ങളും അടക്കത്തിലും മൗനത്തിലും ഇരിക്കുന്നതായ ഈ സമയം സ്വർഗീയ മാലാഖമാരെ പോലെ നിന്റെ സന്നിധിയിൽ നിൽപ്പാനും എന്റെ ഉണർവ് അവരുടെ നിർമ്മല സംഘങ്ങളിൽ ചേർക്കപ്പെടുവാനും ഞാൻ യോഗ്യനാകണമേ. എന്തെന്നാൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവനെ നീ നല്ല ഇടയനാകുന്നു. ആത്മാവിലും സത്യത്തിലും വന്ദിക്കുന്നവരായ സകല സ്വർഗീയരുടെയും ഭൂമികരുടെയും വായിൽ നിന്ന് നിനക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. Acha, could you also say the Anudava Prarthana? Yes, that's what I did. Thank you, Acha. എത്ര സ്തുതിച്ചാലും കീർത്തിച്ചാലും മതി വരില്ല. ദൈവത്തെ വീണ്ടും വീണ്ടും സ്തുതിപ്പാൻ പ്രാർത്ഥനയോട് ഇപ്പോ ലിറ്റി മാത്യു ഒരു പാട്ട് പാടുന്നതായിരിക്കും. കേൾക്കാമോ? മൽപ്രിയനേ യേശുനായകനേ എപ്പോൾ വരും? മൽപ്രിയനേ യേശുനായകനേ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ.
മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, എനിക്കായി മുറിവേറ്റതാം ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി കീഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഘമതിൽ, വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഘമതിൽ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലൂയ പാടുവാൻ. ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നേ. സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ, സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ, ആ പളുങ്കു നദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ. എൻ മണാള എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ. എൻ മണാള മൽപ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും. മൽപ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും. Thank you. Thank you, Letty. Let us be grateful to all those who lend their voices in praise of the Lord today for this prayer by singing a song for us. Happy are those who are spiritually poor. The kingdom of heaven belongs to them. It is only when we humble ourselves completely before our God that He is pleased in the offering. Unless we empty our cups, how can we ask God to fill us and let our cups overflow? വചനത്തിലൂടെ നമ്മളെ വഴികാട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് I request Ebi Achin to introduce Sheenu Kochimma, the speaker for our day. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. First of all, I want to thank you all for the active participation. As of now, we have 116 participants. We're happy to see 100 plus participants from the different parts of this diocese. So I want to thank you all again for your active participation and your prayer and your presence to make active the MMVS in the coming days too. നമ്മുടെ ഈ കൂടിവരവ് വലിയ അനുഗ്രഹമായി തീരണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും നമുക്ക് ആവശ്യമുണ്ട്. അതൊരു വലിയ കൃപയാണ്, വലിയ അനുഗ്രഹമാണ്. പല പ്രദേശങ്ങളിൽ ഇരിക്കുന്ന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ദൈവത്തിന്റെ വചനം കേൾക്കാനും ഒരു അവസരം കിട്ടുക എന്നുള്ളത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. നമ്മൾ പലപ്പോഴും ദശാംശത്തെക്കുറിച്ച് പറയും. ദശാംശം എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മാത്രമല്ല, എല്ലാം ലഭിക്കുന്നതിന്റെ എല്ലാം അംശം ദൈവത്തിന് കൊടുക്കണം. അത് സമയത്തിൻ്റെത് പോലും നമുക്ക് കൊടുക്കണം. അത് പലപ്പോഴും നമ്മൾ കണക്കാക്കാറില്ല. നമ്മൾ പണം മാത്രമേ കണക്കാക്കാറുള്ളൂ. സമയം, കഴിവ് എല്ലാം നമുക്ക് ലഭിക്കുന്നതെല്ലാം ദൈവം എന്തൊക്കെ ദാനമായി നൽകിയിട്ടുണ്ടോ അതെല്ലാം കൊടുക്കണം. പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളുമുണ്ട്. പ്രാർത്ഥന പലതരത്തിലുണ്ട്. ശബ്ദം വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. നമ്മളെല്ലാവരും പറയുമോ എന്തോ ഒരു ഉണർവുള്ള പ്രാർത്ഥനയാന്നൊക്കെ ചില സമയത്ത് പറയാറുണ്ട്. എന്തോ ഒരു ഉണർവാ, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഉണർവാ. അപ്പൊ ഞങ്ങൾ അച്ഛന്മാരെ കുറിച്ചൊക്കെ വലിയ കുറ്റം പറയുന്ന ചില ആളുകൾ പറയാറുണ്ട്. പെട്ടെന്ന് പറയുമ്പോൾ കുറ്റം എന്ന് പറഞ്ഞാൽ അതൊരു കുറവായിട്ട് പറയുന്നത്, കുറ്റം എന്നുള്ള രീതിയിലല്ല. ഓ അച്ഛൻ അത്ര പോരാ, എന്താ ഉണർവ് പോരാ. ഓർത്തഡോക്സിലെ അച്ഛന്മാർക്ക് ഉണർവ് പോരാ. എന്താ ഈ ഉണർവ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, വേദപുസ്തകം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ, ഉണർവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉറങ്ങാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതിനല്ല ഉണർവ് എന്ന് പറയുന്നത്. പലരുടെയും തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി. പൗരസ്ത്യ ആരാധനയുടെ ഏറ്റവും വലിയ സൗന്ദര്യം മൗനവും പ്രാർത്ഥനയുമാണ്. മൗനത്തിലിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ആരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൈലൻസ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ അർത്ഥം തരുന്നതും കൃപ തരുന്നതുമായ ഒരു അനുഭവമാണ് മൗനം. എന്തിനാ മൗനത്തിൽ പ്രാർത്ഥിക്കുന്നത്? മൗനമായി പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ഇതൊരു വലിയ ചോദ്യം. ദൈവത്തിന് വല്ലതും മനസ്സിലാവും? നമ്മൾ മൗനമായിട്ടിരുന്ന് വല്ലതും പറഞ്ഞാൽ ദൈവത്തിന് കേൾക്കാൻ പറ്റും? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മൾ ശബ്ദം ഉയർത്തി പറയുന്നതല്ലേ ദൈവത്തോട് നല്ലത് എന്ന് പലരും ചോദിക്കാറ്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗാഡ്. ബി സ്റ്റിൽ, മൗനമായിരുന്ന ഞാൻ യഹോവയെന്ന് അറിഞ്ഞുകൊണ്ട്. മൗനത്തിന്റെ 3 പ്രത്യേകതകളുണ്ട്. മൗനത്തിന് 3 പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, സൈലൻസ് ഈസ് എ മിറർ which can see ourselves. അഗാധമായ മൗനം, ശബ്ദമില്ലാതെ ധ്യാനത്തിലിരിക്കുമ്പോൾ മാത്രമേ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയൂ. വലിയ ശബ്ദവും വലിയ ബഹളവും ഉള്ളതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ മറന്നുപോകും. എന്നെ ശ്രദ്ധിക്കാൻ സമയം എനിക്ക് കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്താ? ശാന്തമായി കുറെ നേരം ഇരിക്കുക. ആ ശാന്തതയിലൂടെ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ശാന്തമായി, ബി സൈലന്റ് ബിഫോർ ഗോഡ് ഇൻ ടൈംസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. മൗനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത്. അവിടെയാ കൃപ നമുക്ക് കിട്ടുന്നത്. അത് ഒന്നാമത്. നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ പ്രതിഷ്ഠ കണ്ണാടി പ്രതിഷ്ഠയായിരുന്നു. എന്താ കണ്ണാടി പ്രതിഷ്ഠയുടെ പ്രത്യേകത? ശ്രീകോവിൽ തുറക്കുമ്പോൾ കാണുന്നത് കണ്ണാടിയാണ് ദൈവമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ ശ്രീകോവിൽ തുറക്കുമ്പോൾ കണ്ണാടി കാണുമ്പോൾ അതിൻ്റെ അകത്തെ പ്രത്യേകത എന്താ? കണ്ണാടിയിൽ നമ്മളെ തന്നെ നമുക്ക് കാണും. അപ്പം ആരാ ദൈവം? ഞാൻ തന്നെയാണ് ദൈവം. നമ്മൾ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ? ദൈവസ്വരൂപം നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കാനായിട്ട്. നഷ്ടപ്പെട്ടു പോയ ദൈവസ്വരൂപം, അത് നീ ദൈവമാണെന്നും നീ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ആ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നുള്ള ബോധ്യം തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് മൗനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മൗനത്തിൽ ഇരിക്കാൻ നമുക്ക് കഴിയണം. 2, മൗനം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. സൈലൻസ് ഇസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ അവർ ഫ്രണ്ട്സ്, അവർ റിലേറ്റീവ്സ്, അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ദാറ്റ്സ് സൈലൻസ്. അതുകൊണ്ട് ശാന്തമായിരുന്ന് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെ കുറച്ചുകൂടി ബന്ധമുള്ളതാക്കി തീർക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെയാ? മിണ്ടാതെ ഇരുന്ന് മറ്റുള്ളവരെ കേൾക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് ആർക്കും പറ്റാത്തൊരു കാര്യം മറ്റുള്ളവരെ കേൾക്കാൻ പറ്റുന്നില്ല. We don't have to listen to others, but we have many to say. അതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പറയും, ഞാൻ പറയാം. നമ്മളെപ്പോഴും അങ്ങനെയാ, കേറിയിട്ട് പറയും, ഞാൻ പറയാം. എന്തിനാ? We have to dominate on others and you have to hear what I have to say. I don't want to hear what you have to say. അത് കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിലും എല്ലാ ഇടങ്ങളിലും നമ്മൾ മറ്റുള്ളവരെ കേൾക്കണം. ബുദ്ധന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബുദ്ധന്റെ ചിത്രം, അതിനകത്ത് ബുദ്ധന്റെ ചെവി വലുതായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത്. എന്തിനാ ബുദ്ധന്റെ ചെവി വലുതായിട്ട് വെച്ചിരിക്കുന്നത്? That says, I am here to hear you. I am here to hear you. നിന്നെ കേൾക്കാനാണ് ഞാൻ ഇവിടെ ഉള്ളത്.
അതുകൊണ്ടാണ് ദൈവം നമ്മളോട് എപ്പോഴും സംസാരിക്കാത്തതിന് കാരണം അതാ. നിനക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ ദൈവം ശാന്തമായി ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളതെല്ലാം ദൈവത്തോട്. അതുകൊണ്ട് ശാന്തമായിരുന്ന് ദൈവത്തോട് സംസാരിക്കും. സഹോദരങ്ങളെ കേൾക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേൾക്കുക. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പൊ നമുക്കും ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഈ ശാന്തത അനുഗ്രഹങ്ങളെയും കൃപകളെയും നമ്മുടെ ജീവിതത്തിൽ തരും. മൂന്നാമതായിട്ട് ദൈവശബ്ദം കേൾക്കാൻ ശാന്തത വേണം. We want to hear the sound of God. We want to hear what God says to us. അതിന് നമ്മൾ ശാന്തമായിരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ മിണ്ടാതെ ഇരുന്ന് യഹോവ എന്നറിയും. അവനെ നമ്മൾക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് മൗനം എന്ന് പറയുന്നത് ചില ഇടങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ. അതുകൊണ്ട് പരിശുദ്ധനായ പരുമല തിരുമേനി നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ശാന്തമായി കേൾക്കാൻ നിങ്ങൾക്ക് കഴിയണം. പരുമല തിരുമേനിയുടെ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്, മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഏത് മനുഷ്യനും പറവാൻ താമസവും കേൾക്കാൻ വേഗതയും ഉണ്ടാകട്ടെ. പറയുവാൻ താമസവും കേൾക്കാൻ വേഗതയും. കേൾക്കുന്നത് എത്ര വേഗത്തിലും കേട്ടോ, പക്ഷെ പറയാൻ അല്പം താമസം. ആലോചന, ചിന്ത ശാന്തമായിരിക്കണം. അങ്ങനെ വന്നാൽ പല വഴക്കുകളും ഒഴിവാകും, പല പ്രശ്നങ്ങളും ഒഴിവാകും, പല തർക്കങ്ങളും ഒഴിവാകും. അതുകൊണ്ട് be still and know that I am God. ശാന്തമായിരിക്കാൻ നമുക്ക് പഠിക്കണം. We have to try to be silent in our homes, in our parishes, in our work, and everywhere we go and every deed we interact with. അതുകൊണ്ട് ഏത് വിഷയങ്ങളിലും ഏത് കാര്യങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ ശാന്തമായിരുന്ന് ദൈവത്തെ ധ്യാനിച്ച് ശാന്തതയോടെ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് ഒരുപാട് നേടാനുണ്ട്, ഒന്നും നഷ്ടപ്പെടുകയില്ല. ശാന്തത നഷ്ടപ്പെട്ടാൽ ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെടും, ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും ഈ ശാന്തതയുടെ അനുഭവം നേടിയെടുക്കാൻ നമുക്കൊരു we have to practice to get or to be silent. ശാന്തമായിരുന്ന ദൈവത്തെ അറിയാനും ആ കൃപകളെ പ്രാപിക്കുവാനും ഒക്കെയുള്ള നന്മ നമുക്ക് ദൈവം തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട ഷീനു വി തോമസ് കൊച്ചമ്മയാണ്. കൊച്ചമ്മ എനിക്ക് വളരെ പരിചയമുള്ള ഒരു കൊച്ചമ്മയാണ്. പ്രിയപ്പെട്ട മോൻ ഭദ്രാസനത്തിലെ ബിജു മാത്യൂസ് അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചമ്മയാണ്. കൊച്ചമ്മ ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരാണ്. അത് മാത്രമല്ല പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹൈസ്കൂളിലെ അധ്യാപികയാണ്. അത് മാത്രമല്ല തുമ്മോൺ ഭദ്രാസനത്തിലെ ബെസ്ക്യൂമ അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട ഷീനു കൊച്ചമ്മ. വളരെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട കൊച്ചമ്മയെ സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിസിന് വേണ്ടി MMBSന് വേണ്ടി സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട കൊച്ചമ്മയെ ഇന്നത്തെ ദൈവവചന ഘോഷണത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ദൈവം കൂടുതലായി നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു അച്ഛ. കേൾക്കാമല്ലോ? കേൾക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് അമേരിക്കയുടെ ഭദ്രാസനാധിപനും മർത്തമറിയം വനിതാ സമാജ പ്രസിഡന്റുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, വൈസ് പ്രസിഡന്റായി ചുമതല വഹിക്കുന്ന വന്യ എബി എബ്രഹാം അച്ഛൻ, ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട ഷിനി ലിജോ കുര്യൻ, ട്രഷററായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഷീന പുന്നൂസ്, ഫാസ്റ്റിംഗ് പ്രയർ കോർഡിനേറ്റർ ആദരണീയായ എലിസബeth രഗനാൻറ്റി, മുൻ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സാലി കൊച്ചമ്മ, പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പ്രിയപ്പെട്ട ഏവരുമേ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഈ സൂം മീറ്റിങ്ങിൽ നമ്മൾക്ക് ഒരുമിച്ചായിരിക്കാനും അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി
നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട എബി അച്ഛൻ ഓർത്തഡോക്സ് ആരാധനയുടെ സത്തയെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചു. ഇനിയും ഒരു മെസ്സേജിന്റെ ഒരു ആവശ്യം തന്നെയില്ല. കാരണം ഓർത്തഡോക്സ് ആരാധനയുടെ ശാന്തതയും മൗനത്തെക്കുറിച്ചും അച്ഛൻ വളരെ ഭംഗിയായിട്ട് നമ്മളോട് സംസാരിച്ചു. അങ്ങനെ നമ്മുടെ ഈ കൂടിവരവുകള് ദൈവവചനത്തിലൂടെ അനുസ്യൂതം നമ്മുടെ ജീവിതത്തില് സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണം. സങ്കീർത്തനക്കാരനെ പോലെ ദൈവവചനം നമ്മുടെ കാലുകൾക്ക് ദീപവും ഊടുവഴികൾക്ക് പ്രകാശവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ ശാന്തിയും സമാധാനവും പരിഹാര മാർഗങ്ങളും നാം കണ്ടെത്തുന്നത് ദൈവിക വചനത്തിലൂടെയാണ്. പഴയ നിയമ പുസ്തകത്തില് ഒരു ഭവനത്തിന് വളരെ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഒരു സ്ത്രീ രത്നം പരിഹാരം കണ്ടെത്തുന്നതായി പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കും. പ്രത്യേകിച്ച് 1 ശമൂവേലിന്റെ പുസ്തകം 25-ാം അധ്യായത്തില് ഒരു ഉത്തമ സ്ത്രീയെ വരച്ചു കാട്ടുന്നുണ്ട് അവിടെ. അത് മറ്റാരുമല്ല, അബീഗയിലിന്റെ 2 നല്ല വിശേഷണങ്ങൾ അവിടെ പറയുന്നുണ്ട്. 1, അവൾ വിവേകമുള്ളവളായിരുന്നു. 2, അവൾ സുന്ദരിയായിരുന്നു. ഈ 2 വിശേഷണങ്ങളും പറയുമ്പോൾ അതിന്റെ തൊട്ടു താഴെ അവളുടെ ഭർത്താവോ മഹാധനികനായിരുന്നു, അതുപോലെ തന്നെ ദുഷ്കർമ്മിയും നിഷ്ഠൂരനും ദുസ്വഭാവിയും മദ്യപാനിയും ഭോഷനുമായ ഒരു ഭർത്താവായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഒരിക്കലും ചേരേണ്ടാത്തതായിട്ടുള്ള ഒരു ജോഡിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അബീഗയിലിനെ സംബന്ധിച്ചിടത്തോളം അവൾ നല്ല ജ്ഞാനം നിറഞ്ഞ വിവേകമുള്ള സുന്ദരിയായ സ്ത്രീ ആയിരുന്നു എങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നാബാൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭോഷൻ എന്നുള്ളതാണ്. അവന് ഒരു പ്ലസ് പോയിന്റ്, അവൻ ധനികനായിരുന്നു, അവന് ധാരാളം ചെമ്മരിയാടുകൾ ഉണ്ടായിരുന്നു, കോലാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ദുഷ്കർമ്മിയും നിഷ്ഠൂരനും ദുസ്വഭാവിയും മദ്യപാനി. നമുക്ക് ആ ചാപ്റ്റർ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ദുസ്വഭാവങ്ങളുള്ള മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെയും ജീവിതത്തിൽ പല ദാമ്പത്യ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നാം പല മോചനങ്ങളിലേക്കും ഒക്കെ പോകുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു പരിഹാരം കണ്ടെത്തുവാനായിട്ടാണ് പ്രിയപ്പെട്ട അബീഗയിൽ ഇവിടെ ശ്രമിക്കുന്നത്. നമുക്കതിനു മുമ്പുള്ള കഥകൾ വായിച്ചാൽ അറിയാം. ശൗൽ രാജാവിനെ ഭയന്ന് ദാവീദ് രാജാവ് പാരാൻ മരുഭൂമിയില് വിജന പ്രദേശത്ത് പടയാളികളുമായി താമസിക്കുമ്പോൾ നാബാലിന്റെ ഭവനത്തില് ആടുകളുടെ രോമം കത്തിരിക്കുന്ന അടിയന്തരം നടക്കുന്നു എന്നറിഞ്ഞ് ആഹാരം ഉൾക്കൊള്ളുവാനായിട്ട് 10 ബാല്യക്കാരെ പറഞ്ഞു വിടുമ്പോൾ അവരെ ശാസിക്കുകയും അതുപോലെ തന്നെ അവരെ പരിഹസിച്ചു വിടുകയും ചെയ്യുന്ന ഭോഷനായ നാബാലിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വിവരം ചെന്ന് ബാല്യക്കാരൻ ദാവീദ് രാജാവിനോട് പറയുമ്പോൾ വാൾ അരയ്ക്ക് കെട്ടി പ്രതികാരം ചെയ്യുവാനായിട്ട് 400ഓളം ആൾക്കാരുമായിട്ട് നാബാലിന്റെ വീട്ടിലേക്ക് വരുന്ന ദാവീദ് രാജാവ് കൂട്ടരും വരികയാണ്. ആ സന്ദർഭത്തിലാണ് യജമാനത്തി അബീഗയില് വിവേകപൂർവം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമ്മുടെയും ജീവിതത്തിലൊക്കെയും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് നമുക്കറിയില്ല. അത് വരച്ചു കാട്ടിത്തരുന്ന നല്ലൊരു സ്ത്രീ രത്നത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രശ്ന പരിഹാരം കാണുവാനായിട്ട് അബീഗയിൽ ചെയ്യുന്നത്, അതിനു മുമ്പ് അബീഗയിലിനെ ബാല്യക്കാർ എന്ന് പറയുന്നുണ്ട്. ഈ മനുഷ്യർ ഞങ്ങൾക്ക് കർമ്മേലിൽ ഞങ്ങൾ ആടുകളെ മേയിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല
ഉപകാരികളായിരുന്നു. അതുപോലെ അവർ ഞങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതല്ല. ഒരാടിനെ പോലും ഞങ്ങളുടെ ഇടയിൽ നിന്ന് കാണാതെ പോയിട്ടില്ല. കൊള്ളക്കാരിൽ നിന്നും ക്രൂരമൃഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ആടുകളെ സംരക്ഷിച്ച കൂട്ടരായിരുന്നു ദാവീദും പടയാളികളും. അവർ ഞങ്ങൾക്ക് വലിയൊരു മതിലായിട്ട് നിലനിന്നിരുന്ന കൂട്ടരായിരുന്നു. എന്നിട്ടും നാബാൽ പരിഹസിച്ച് വിട്ട ആ ഭടന്മാര് അബീഗയിലിന്റെ പ്രശ്നം, ആ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുകയാണ്. ആ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും കൊല്ലപ്പെടുവാൻ പോകുന്ന അവസരത്തില് അബീഗയിൽ വളരെ വിവേകപൂർവം അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായി അവൾ ചെയ്യുന്നത്, അവർക്ക് ആവശ്യമുള്ള ആഹാരം ഉണ്ടാക്കി കഴുതപ്പുറത്ത് കയറി തന്റെ ബാല്യക്കാരെ മുമ്പിൽ അയച്ച് വിവേകത്തോടെ അനുനയിപ്പിക്കാൻ പുറപ്പെടുന്ന ഒരു അബീഗേലിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് നമുക്ക് അറിവ് മാത്രം ഉണ്ടായാൽ പോരാ. ആ അറിവിനോടൊപ്പം അത് തിരിച്ചറിയുവാനുള്ള കഴിവും കൂടെ നമ്മൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ. വിവരമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാകുന്നില്ല. വിവേകമില്ലെങ്കിൽ അത് എല്ലാം നിഷ്പ്രയോജനമായി പോകുന്നു. അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: തങ്കത്തേക്കാൾ ജ്ഞാനം സമ്പാദിക്കുന്നത് നല്ലത്, വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് ഉത്തമമെന്ന് സദൃശ്യവാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അനുനയിപ്പിക്കുവാൻ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളില്, നമ്മളുടെ കുടുംബങ്ങളിലാകട്ടെ, സമൂഹങ്ങളിലാകട്ടെ, ആധ്യാത്മിക തലങ്ങളിലാകട്ടെ, നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിലാകട്ടെ, നമുക്ക് അനുനയിപ്പിക്കുവാനുള്ള ഒരു വിവേകമുള്ള ഒരു ഹൃദയത്തെ തരണമേ എന്ന് അബീഗയിലിന്റെ വിവേകത്തോട് ഞങ്ങൾക്കും വിവേകം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ രണ്ടാമത്, ഇവൾ കഴുതപ്പുറത്ത് മലഞ്ചെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ദാവീദിനെ കണ്ടപ്പോൾ സാഷ്ടാംഗം നമസ്കരിച്ച് കാൽക്കൽ വീഴുന്ന അബീഗയിലിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് താഴ്മയുടെ ഒരു പ്രതീകമായിട്ട് അബീഗയിൽ അവിടെ മാറുകയാണ്. മീഖയുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തില്, മനുഷ്യ, നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാന്, ദയാതൽപരനായിരിക്കാന്, ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയായി നടപ്പാനല്ലാതെ നിന്നോട് എന്താണ് ചോദിക്കുന്നത്? അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് താഴ്മ എന്നുള്ളത്. പൗലോസ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഐ ആം ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ ആയിരിക്കുന്നത് എന്റെ ദൈവകൃപയാലാണ് അത്രേ. എനിക്ക് ലഭിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പൗലോസ്ലീഹായെ പോലെ താഴ്മയോടെ പറയുവാന് നമ്മുടെയും ജീവിതത്തില് അബീഗയിൽ എന്ന സ്ത്രീരത്നത്തെ പോലെ തന്നെ താഴ്മയോടുകൂടി ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. ഗർവികളോടുകൂടി കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവനോടുകൂടി താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലതെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ താഴ്മയുടെ അനുഭവത്തിലൂടെ ജീവിക്കുവാൻ നമുക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത് അബീഗയിലിന്റെ ഒരു ഗുണം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, യജമാനനെ കുറ്റം എന്റെ മേലിരിക്കട്ടെ. യജമാനനെ കുറ്റം എന്റെ മേലിരിക്കട്ടെ. ഭോഷനായ ഭർത്താവ് ചെയ്ത കുറ്റം സ്വയം ഏറ്റെടുക്കുന്ന ഒരു വീട്ടമ്മയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്വയം കുറ്റം ഏറ്റെടുക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തില് നാം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അത് അംഗീകരിക്കുവാൻ തയ്യാറല്ലാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ അബീഗയില് ചെയ്യുന്നത്, അബീഗയിലിനറിയാം തന്റെ ഭർത്താവ് ഭോഷനായ ഭർത്താവാണെന്ന് ഉള്ളത് അബീഗയിലിനറിയാം. സ്വയം കുറ്റം ഏറ്റെടുക്കുകയാണ്. നമുക്ക് അറിയാം, ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ പോലും ന്യായീകരണങ്ങൾ ധാരാളം കാണാനായിട്ട് സാധിക്കും. ആദാമിന്റെയും ഹവ്വായുടെയും ഫലം തിന്നോ എന്ന് ചോദിക്കുമ്പോൾ ആദാം പറയുന്ന, ഹവ്വയാണ് എനിക്കത് തന്നത്. ഹവ്വ ആരെ കുറ്റം പറയുന്നു? സർപ്പത്തെയാണ് കുറ്റം പറയുന്നത്. അതുപോലെ തന്നെ സ്വയം കുറ്റം ഏറ്റെടുത്ത്
ദാവീദ് രാജാവിന്റെ മുൻപിൽ ക്ഷമ ചോദിക്കുന്ന ഒരു അബീഗയിലിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നാലാമതായിട്ട് ദുസ്വഭാവിയായ നാബാലിനെ ഗണ്യമാക്കരുതേ എന്ന് അപേക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അബീഗയിലിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, അവൾ ധൈര്യവതിയായിട്ട് ദാവീദിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രക്തപാതകം മൂലം ന്യായാധിപനായ യഹോവയുടെ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമെന്നും ശിക്ഷിക്കപ്പെടുമെന്നും അവിടുന്ന് സൂചിപ്പിക്കുകയാണ്. നോക്കിക്കേ, ദാവീദ് രാജാവിന്റെ മുൻപിൽ വളരെ ധൈര്യത്തോടുകൂടി പറയുകയാണ്, പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. യഹോവയുടെ സന്നിധിയിൽ അവിടുന്ന് രക്തപാതകം ചെയ്യരുത്, ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് രക്തപാതകം ചെയ്യരുത്. രക്തപാതകം ചെയ്താല് ന്യായാധിപനായ യഹോവയുടെ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമെന്നും ശിക്ഷിക്കപ്പെടുമെന്നും സൂചിപ്പിക്കുന്ന ഒരു സ്ത്രീ രത്നത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തില് തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും പറയുവാനായിട്ട് പലർക്കും സാധിക്കുകയില്ല. എവിടെ ആള് കൂടുന്നുവോ ആ തെറ്റാണെങ്കിൽ അത് ആ തെറ്റിനോടുകൂടി നിൽക്കുകയും, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെ ധൈര്യവതിയായിട്ട് രക്തപാതകം നിന്നിൽ ഉണ്ടാകരുതേ എന്ന് ദാവീദിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു അബീഗയിലിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അവിടുന്ന് ഇടം കൊടുക്കണമെന്ന് ദാവീദ് രാജാവിനോട് അഭിപ്രായപ്പെടുകയാണ്. വീണ്ടും ദാവീദ് രാജാവിനെ അവിടെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ആ ചാപ്റ്റർ മുഴുവനും വായിക്കുമ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവഹിതമില്ലാത്ത സ്വന്തം വികാരങ്ങൾക്ക് അടിമപ്പെടരുതെന്ന് അബീഗയിൽ അവിടെ പഠിപ്പിക്കുകയാണ്. ദൈവഹിതമല്ലാത്ത സ്വന്തം വികാരങ്ങൾക്ക് ഒരിക്കലും അടിമപ്പെടരുത്. അഥവാ ശിക്ഷ നൽകണമെങ്കിൽ അത് നീ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് അവൾ കൊണ്ടുവന്ന അപ്പവും മട്ടൻ കറിയും വീഞ്ഞും മലരും ഉണക്കമുന്തിരിയും അത്തിയടയും എല്ലാം കൊണ്ടുവന്ന് നിനക്കും നിന്റെ ബാല്യക്കാർക്കും വേണ്ടി കാഴ്ച സമർപ്പിക്കുകയും ഇതെല്ലാം നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് അനുനയിപ്പിക്കുകയും ചെയ്യുന്ന അബീഗയിലിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവൾ പറയുന്നത്, നാഥ, അടിയനൊന്നും അറിഞ്ഞിരുന്നില്ല, അടിയനോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്. വീണ്ടും വളരെ ആന്തരശുദ്ധിയുള്ള ഒരു ദാവീദാണെന്ന് അവിടുന്ന് സമർത്ഥിച്ചു കൊടുക്കുന്ന അബീഗയിലിനെയാണ് നമുക്ക് അവിടുന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിനക്ക് സ്ഥിരമായ ഒരു ഭവനം പണിയും, യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ നീ നടത്തുന്നത്, ദോഷം ഒരിക്കലും നിന്റെ ആയുഷ്കാലത്തും നീ കാണുകയില്ല. അവിടുന്ന് ദോഷം ചെയ്യുവാനായിട്ട്, പ്രതികാരം ചെയ്യുവാനായിട്ട് വന്ന ആളെ ശാന്തനാക്കി തീർക്കുന്ന ഒരു സ്ത്രീ രത്നത്തെയാണ് നമുക്ക് ഇതിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ്, നിനക്ക് സ്ഥിരമായൊരു രാജവംശം അവിടെ ഉണ്ടാകും. ശൗൽ രാജാവ് ദാവീദ് രാജാവിനെ കൊല ചെയ്യുവാനായിട്ട് നടക്കുമ്പോൾ അബീഗയിൽ അവിടുന്ന് തീർത്തു പറയുകയാണ്, സ്ഥിരമായൊരു രാജവംശം നിനക്ക് ഉണ്ടാകും. എത്ര പ്രത്യാശ നിറഞ്ഞ വാക്കുകളാണ് അബീഗയിലിന്റെ വായിൽ നിന്ന് വരുന്നതെന്ന് നാം കേൾക്കണം. നമ്മുടെയും ജീവിതത്തിലൊക്കെയും ഏത് കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടാല്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ വാക്കുകളെല്ലാം നമ്മളുടെ ഹൃദയത്തിൽ നമുക്ക് സംഭരിക്കുവാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ അവൾ വീണ്ടും ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, നന്മയുണ്ടാകുമ്പോൾ ഈ അടിയനെയും ഓർക്കണമേ എന്ന്. നന്മയുണ്ടാകുമ്പോൾ ഈ അടിയനെയും ഓർക്കണമേ എന്ന്. അങ്ങനെ ഇവളുടെ വിവേകം, സ്തുത്യം, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞ് ഇവളെ സമാധാനത്തോടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അവൾ അവളുടെ സ്വന്തം ഭവനത്തിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ മദ്യപാനിയായി വീഞ്ഞിന്റെ ലഹരിയിൽ ഇരിക്കുന്ന ഭർത്താവിനെ കണ്ടു. ഒരുപക്ഷെ നമ്മളായിരുന്നുവെങ്കിൽ അന്നേരം തന്നെ അദ്ദേഹത്തോട് വഴക്കുണ്ടാക്കുകയും
അല്ലെ? പ്രശ്നങ്ങളെല്ലാം നമ്മൾ വിളിച്ചു പറയുകയും ചെയ്യും ഒരു സ്ത്രീ എന്ന നിലയിൽ. എന്നാൽ വിവേകമതിയായ അബീഗയില് അദ്ദേഹത്തിന്റെ വീഞ്ഞ് ശരീരത്തിൽ നിന്ന് ആ ലഹരിയെല്ലാം വിട്ടുമാറിയതിനു ശേഷം അവനോട് ഇവിടെ നടക്കാവുന്ന കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെങ്കില് ദൈവത്തിന്റെ ശിക്ഷയോ എന്തോ, നാബാൽ 10 ദിവസം കഴിയുമ്പോൾ നാബാൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ദാവീദ് രാജാവ് ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ തന്റെ ഭാര്യയായി സ്വീകരിക്കുവാന് തന്റെ ബാല്യക്കാരെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അതിലും താഴ്മയായി അവൾ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസിയായി എന്നെ സ്വീകരിക്കണമേ എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസിയായി എന്നെ സ്വീകരിക്കണമേ എന്ന്. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുമെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മളെ സൂചിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ പ്രതിസന്ധിയും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഈ ലോകത്തില് ഈ മത്സരങ്ങൾക്ക് വേണ്ടി നാം ഓടുമ്പോൾ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീ രത്നമാണ് അബീഗയിൽ എന്നുള്ളത്. ഒന്ന്, നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അനുനയിപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാകണം. 2, താഴ്മയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. 3, കുറ്റമില്ല എങ്കിലും നമ്മൾ ആ കുറ്റം നമ്മുടെ കുടുംബത്തിന്റെ ആകട്ടെ സമൂഹത്തിന്റെ ആകട്ടെ ആ കുറ്റം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് നാം ശ്രമിക്കണം. ദുസ്വഭാവമുണ്ടെന്ന് നാം മനസ്സിലാക്കിയെങ്കിലും ദാവീദിനോട് ആവശ്യപ്പെട്ടതുപോലെ അത് ഗണ്യമാക്കരുതേ എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ശരിയേതെന്നും തെറ്റെന്നും ധൈര്യത്തോടെ പറയുവാനായിട്ട് അബീഗയിലിനെ പോലെ നമുക്ക് സാധിക്കണം. സ്വന്തം വികാരങ്ങൾക്ക് അടിമപ്പെടരുതെന്നും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കണമെന്നും പഠിപ്പിക്കുന്ന ഒരു അബീഗയിലിനെ പോലെ നമുക്ക് ആയിത്തീരുവാനായിട്ട് സാധിക്കണം. ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന ഒരു മനസ്സുണ്ടാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ വിശുദ്ധിയുള്ളവരെ വിശുദ്ധിയുള്ളവരാണെന്ന് നമുക്ക് പറയുവാനും യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് പറയുവാനുമുള്ള ചങ്കൂറ്റവും മനസ്സും നമുക്ക് കാണിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ വീടുകളില് ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് പെരുമാറുവാനായിട്ട് സാധിക്കുമ്പോൾ ആ കുടുംബത്തില് എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. പ്രിയപ്പെട്ട എബിയച്ചനെ കണ്ടതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചു തന്ന പ്രിയപ്പെട്ട എല്ലാവരോടും, പ്രത്യേകിച്ചും എലിസബeth തരകനാഞ്ചിയോടും അതുപോലെ തന്നെ സാലി കൊച്ചമ്മയോടും, അവർ നിരന്തരം വിളിക്കുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരെയും കാണുവാനും ഈ മീറ്റിംഗ് അത്യന്തം പുഷ്ടിയോടുകൂടി സമ്പുഷ്ടമായിട്ട് മുമ്പോട്ട് പോവുകയും എല്ലാവർക്കും ഒരു മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കും. താങ്ക് യു. താങ്ക് യു കൊച്ചമ്മ. വളരെ പ്രയോജനകരമായ ചില വാക്കുകൾ കൊച്ചമ്മയിലൂടെ നമ്മൾ കേട്ടു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ വർത്തിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൊച്ചമ്മ വളരെ ഭംഗിയായി അത് നമ്മളെ ഓർമ്മിപ്പിച്ചു. ഈ 2 വാക്കുകൾ പലപ്പോഴും നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാം. ഒന്ന് വിവരവും ഒന്ന് വിവേകവും. ഇത് രണ്ടും രണ്ടാണ്. വിവരം ഉണ്ടായതുകൊണ്ട് വിവേകം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല നമ്മൾ പലപ്പോഴും ഒക്കെ പറയാറുണ്ട്. അതങ്ങനെയാണ്. വിവരമുള്ളവർക്കെല്ലാം വിവേകം ഇല്ല. അത് നമ്മൾ പലപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസം എത്ര ഉന്നതത്തിലുണ്ടെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയിലെ എല്ലാം ഒന്നും ശരിയല്ലെങ്കിൽ പോലും നമ്മൾ പത്രവാർത്തകളും അല്ലെങ്കിൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഓരോ കാര്യങ്ങൾ നോക്കിക്കുകയും അധികാര ശ്രേണിയിലിരിക്കുന്ന ആളുകൾ വിവേകപൂർവം കാര്യങ്ങൾ ചെയ്യണം. അവരുടെ വിവരമല്ല പ്രശ്നം. വിവേകത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഭരണാധികാരി. അതുകൊണ്ട്
ആ വിവരവും വിവേകവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സമാധാനം ഉണ്ടാകും. നമ്മൾ എവിടെയായിരുന്നാലും ആ വിവേകത്തോടെ പ്രവർത്തിപ്പാൻ നമുക്ക് ഇടയാകണം, താഴ്മയോടെ പ്രവർത്തിക്കാൻ നമുക്ക് ഇടയാകണം, കാര്യങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും തക്കവണ്ണം നമുക്ക് ഇടയാകണം എന്ന സ്നേഹത്തോടെ പ്രിയപ്പെട്ട കൊച്ചമ്മ നമ്മളെ ഓർമ്മിപ്പിച്ചു. കൊച്ചമ്മയുടെ സാന്നിധ്യത്തിനും വാക്കുകൾക്കും സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിസ് MMBSനുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. ജോലി കാര്യങ്ങളിലും ആത്മീക കാര്യങ്ങളിലുമുള്ള കൊച്ചമ്മയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ദൈവം തമ്പുരാൻ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ സമയത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടി വന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ പല പ്രാവശ്യം പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയ ഒരു കാര്യം നമ്മുടെ സൺഡേ സ്കൂളിനെ സംബന്ധിച്ചാണ്. ഞാൻ സൺഡേ സ്കൂളിലെ ഒരു ഭാഗമായിരുന്നു. MMBSന് തൊട്ട് മുമ്പ് ഞാൻ സൺഡേ സ്കൂളിലെ ഒരു വൈസ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടേണ്ടത് ആവശ്യകത അത് അമ്മമാരോടാണ് കൂടുതൽ പറയേണ്ടതെന്ന് എനിക്ക് തോന്നി. നമ്മുടെ അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ട് വരാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ വിശ്വാസം എന്ത്, നമ്മുടെ ആരാധന എന്ത്, നാളുകളിൽ സഭ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. പുതിയൊരു തലമുറ ഇതറിഞ്ഞ് കണ്ട് പഠിച്ച് വളരേണ്ട ഒരാവശ്യകതയുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന സ്നേഹത്തോടെ പറഞ്ഞു. നമ്മളൊക്കെ ഒരു തലത്തിലേക്ക് കഴിഞ്ഞ ആളുകളാണ്. ഇനി അടുത്തൊരു തലമുറ ഇത് വളർത്തിക്കൊണ്ട് വരണം. പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതനുസരിച്ച് വളർന്നു വരുന്നില്ല എങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് കൊണ്ടോ പ്രവർത്തിക്കുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഒക്കെ അർത്ഥമില്ലാതെ വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രകാശിക്കുകയും ചെയ്യാം. ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന മാത്രമല്ല, അതിലൂടെ പ്രവർത്തനം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ പ്രകാശിക്കണം, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുകയും വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന്റെ നമ്മുടെ ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. വിവിധ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഓൺലൈൻ സൺഡേ സ്കൂൾ ഉണ്ട്. നമുക്ക് പള്ളികളിൽ ആരാധനയോ നമുക്ക് സൺഡേ സ്കൂൾ ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമുള്ള സൺഡേ സ്കൂളുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഓൺലൈൻ സൺഡേ സ്കൂൾ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് വിവിധ സ്ഥലങ്ങളിൽ സമയത്തിന് വ്യത്യാസമുണ്ട്. We can join them to the online Sunday school. So we congratulate, I take this opportunity to congratulate and pray for all the Sunday school workers who are working day and night for that. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പുതിയൊരു തലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി വളർത്തിക്കൊണ്ട് വരാൻ നമ്മൾ എല്ലാവരും ഇടയാകണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Cha. Thank you, Kochama, for that amazing talk. ആബിഗയിലിന്റെ ജീവിതം എക്സാമ്പിളായി തന്ന് വിവേകമുള്ള ഒരു ഹൃദയം തരണേ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. താഴ്മയുള്ളവരായി ടു ടേക്ക് ഓണർഷിപ്സ് ഫോർ ആർ റോങ്സ്, നമ്മുടെ തെറ്റുകളെ മാത്രമല്ല, ബട്ട് ടു ഡീൽ വിത്ത് ദ സിറ്റുവേഷൻസ് ഇൻ ദ റൈറ്റിയസ് വേസ്, റൈറ്റിയസ് ആൻഡ് ജസ്റ്റ് ഇൻ ഗോഡ്സ് ഐസ്. ദൈവമേ, ഇതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. Thank you, Acha, for your wise words. Staying in silence is also a prayer, so we can see and know ourselves. As Achan said, it is a delight to see so many of our mothers and sisters join us for the prayer. 125 in all when Kochama started preaching. Thank you to everyone who joined. Philippians chapter 4 verse 6 to 7 says, "Do not be anxious about anything, but in every situation, by prayer and petition, with thanksgiving, present your requests to God." ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്.
placing our offerings to the Lord. പ്രാർത്ഥനയോട് we remember the Catholicate of our church, His Holiness Ababa Tirumeni, all the Tirumenis leading the various dioceses of our church, all the leaders, and all the anointed in different denominations, submitting all our clergies, deacons, and subdeacons, all the leaders of various spiritual organizations, especially all our former and current MMVS leaders at diocese, regional, and unit levels, all our spiritual organizations, Sunday School, MGOSism, MVVS, and all others. എല്ലാവരെയും submitting everyone and everything in prayers today. Praying for our nation, India, the country that we moved to today and made our home, God willing. ഈ പ്രാർത്ഥന കുറേ പേർക്ക് ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട് ഈ കൂട്ടായ്മ. They would like to thank the Lord for all their blessings. Birthday celebrate ചെയ്യുന്ന ലത, മെറിൻ, ഷിനി, Susan Matthew, Susan Alexander, Ammu, Albin, and all others who celebrated their birthdays this month. Wedding anniversary celebrate ചെയ്യുന്ന Lata and Toby, Francis and Elisa, Shini and Lijo, Leji and Joby, and all others, praying for their continued togetherness and renewed life in Christ. Reshma and Sanju is blessed with a baby girl. Thank you, Lord, thousandfold for the blessings that you give us every day. And we welcome the baby to this world and to this prayer. For all those who are attempting their exam, Neil, Anil, and all those who have requested for prayers today. Sick ആയിരിക്കുന്ന പിങ്ങോളിൽ അച്ഛൻ, ജോസഫ്, അന്നമ്മ ഫിലിപ്പ്, ലീലാമ്മ, റോസമ്മ, സൂസി എന്നിവരെ പ്രാർത്ഥനയിൽ സമർപ്പിക്കാം. സൗഖ്യം പ്രാപിച്ച എബ്രഹാം പൂത്തുകളിൽ ആൻഡ് ഉമ്മൻ കോശി ഇവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. Nathan, Noah, Krista Joseph, Joel Matthew, Faith, Kurian. We had been praying for all of them, submitting all of them once again in prayers to God. Sick ആയിരിക്കുന്ന സൂസമ്മ, നിഷ, സാറ, മൈക്കിൾ, കുരുവിള, സാബു, ലിസി, ജെസ്സി, ചെറിയാൻ, ഡോണ, ജോർജ് വർഗീസ്. Thanking a lot for everybody who were traveling. Thanking for Elizabeth Auntie's safe journey. She is right now in Kerala. For Suma Thomas and her family's safe return back here. Smita Koshi, who is in Kerala, attending her father who is sick in Kerala. Praying for the building of the churches, the church in Calgary, Edmonton, Atlanta, St. Thomas, St. Barnabas, St. Gregorius, Houston. May it all be done for the glory of God. Praying for Jilu, who has a surgery on February 4th, God willing. Praying for the family and youth conference that is to be held in Atlanta in July this year. Praying for the younger generations ahead of us. അടുത്ത ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് ആൻമാരുണ്ട്, രണ്ട് എലിസബത്ത്, ആൽബിൻ, ലോറൻസ്, ഹാന, കാർലിൻ. എല്ലാവരെയും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് pray for the people stuck in the war zone areas, struggling every single day for a morsel of food, for all those struggling in pain with cancer, who is dying every single day, for those who are crying because of their children, for those who are praying to conceive, for those who are weeping in difficult relationships, for those who have been affected by the fire, those who have lost their houses. എല്ലാവരെയും ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം. For those struggling with dementia and Alzheimer's, for those struggling with their day-to-day needs in the old age, for those who are fighting for their rights, for those who are praying for spiritual growth, for those who are praying for job, for those who are healed. Pray that Lord will stretch out his hand and heal everyone
all those who are deaf or hard of hearing, for the kids who are graduating this year, for those who are pursuing their higher studies, for all our first responders, for all our leaders, for all our churches. We pray that God imparts wisdom to those in leadership, submitting every prayer and petition at our Lord's feet, knocking hard on his door. I request Valsa Punnu's auntie to raise these petitions in prayer. Valsa ഹലോ കേൾക്കാമോ? okay. ഓക്കെ. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ ബാവ തിരുമേനി, ഭദ്രാസന മെത്രാപ്പൊലീത്ത തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, ഭദ്രാസന MMVS വൈസ് പ്രസിഡന്റ് ABHN, MMVS ഭാരവാഹികൾ, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേർന്നിരിക്കുന്ന ഏവരുമേ ദൈവതിരുനാമത്തിൽ വന്ദനം. ദൈവകൃപ ലഭിക്കുന്നതിനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് നാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. മഹാകാരുണ്യനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ രക്ഷയുടെ ദൈവമായി തലമുറയായി ഞങ്ങളെ നടത്തുന്ന നല്ല ഇടയനായ കർത്താവേ, ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഞങ്ങളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സഹായിച്ച നിന്റെ അളവറ്റ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ ഏതാനും സമയം ചെലവഴിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും കീർത്തനങ്ങൾ പാടുന്നതിനും ഇടയായതിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നിലുള്ള വിശ്വാസത്തിലും നിന്നോടുള്ള സ്നേഹത്തിലും അനുസരണത്തിലും ഞങ്ങളെ നിലനിർത്തണമേ. കർത്താവേ, ഈ ആയുസ്സിൽ ഞങ്ങളിലുള്ള വിവിധ പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ കരുണയോടുകൂടി മോചിപ്പിക്കാനുമേ. ഞങ്ങളുടെ വന്യ ബാവ തിരുമേനിക്കും മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും സകല ദൈവിക വേലക്കാരെയും അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഭരണകർത്താക്കളെയും അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും MMVS പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും സത്യത്തോടും നീതിയോടും മുടക്കം കൂടാതെ അവരുടെ ചുമതലകൾ നിർവഹിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഓരോരുത്തരിലും വസിക്കുവാനായിട്ടും അവിടുന്ന് ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹങ്ങളും ലഭിക്കുവാനായിട്ടും ജ്ഞാനവും വിവേകവും ഷീന കൊച്ചമ്മ അബീഗയിലിനുണ്ടായ അനുഭവത്തെ പറഞ്ഞതുപോലെ ജ്ഞാനവും വിവേകവും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും താഴ്മയും ധൈര്യവതിയും ആയിരിക്കുന്ന പോലെ ഞങ്ങൾക്ക് വേണ്ട ജ്ഞാനവും വിവേകവും ധൈര്യവും താഴ്മയും ഞങ്ങൾക്ക് തരുവാൻ അവിടുന്ന് കൃപയറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട തിരുവചനങ്ങൾ ഓരോന്നും ധ്യാനിക്കുന്നതിനും നല്ല നിലത്ത് വീണ വിത്ത് പോലെ സമൃദ്ധിയായി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും എന്നരുളി ചെയ്തവനായ കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരമരുളണമേ. പുറപ്പാട് പുസ്തകം 15:2 പറയുന്ന പോലെ, എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എൻ്റെ രക്ഷകനായി തീർന്നു, അവൻ എൻ്റെ ദൈവം, ഞാനവനെ സ്തുതിക്കും, അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാനവനെ പുകഴ്ത്തും എന്ന് പറയുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. രോഗത്തിലായിരിക്കുന്നവർക്ക് നമ്മളെ പലരും രോഗശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. അങ്ങനെ രോഗത്തിലായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകം രോഗശാന്തിക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ച പൈങ്ങോളിൽ അച്ഛൻ രോഗശാന്തിക്ക് ഉമ്മൻ വർഗീസ, ജോസഫ്, ലത, അങ്ങനെ പല പേര് മുഴുവനും വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഓരോരുത്തർക്കുമായിട്ട് പ്രത്യേകം രോഗശാന്തിക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ച ഓരോരുത്തർക്കും അവിടുന്ന് രോഗസൗഖ്യം കൊടുത്ത് അവരുടെ സാക്ഷാൽ ഉത്തമ വൈദ്യനും ആത്മശരീര മനസ്സുകളുടെ രോഗങ്ങളെയും നിഷ്പ്രയാസം മാറ്റുവാൻ പ്രാപ്തനായ കർത്താവേ, അവിടുന്ന് അവർക്ക് സൗഖ്യദാനം കൊടുത്ത് നിന്റെ വലതുകരം നീട്ടി സൗഖ്യദാനം നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കും പരിപാലിക്കുന്നവർക്കും തക്ക സമയത്ത് വേണ്ട കൃപയും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ യാത്രയിലായിരിക്കുന്ന ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കായി അവർക്ക് 1 വർഷം കൂടി കൊടുത്ത കർത്താവേ, ഇനിയും അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ വേണ്ട ദൈവകൃപ അവർക്ക് ലഭിക്കുവാൻ
കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ലത, ജൂബി എന്നിവർക്ക് വേണ്ടിയും അവർക്കും ഒരു വർഷം കൂടി നൽകിയ ദൈവമേ, അവിടുന്ന് വീണ്ടും കൃപ ലഭിക്കുവാനും ജ്ഞാനവും വേഗവും പ്രാപിക്കുവാനും വേണ്ട കൃപയരുളമേ എന്ന് അപേക്ഷിക്കുന്നു. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവർക്ക് തക്ക സമയത്ത് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ആവശ്യമായ ഓർമ്മശക്തിയും വിയോഗവും നൽകി നിഗ്രഹിക്കണമേ. യഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുവെന്നും അപ്രകാരം യഹോ നിന്ന് സദൃശ്യവാക്യത്തിൽ പറയുന്നത് പോലെ അവർക്ക് തക്ക സമയത്ത് അവരുടെ ബുദ്ധിയെ പ്രകാശിച്ച് തക്ക സമയത്ത് വേണ്ട കൃപയരുളണമേ എന്ന് അപേക്ഷിക്കുന്നു. വിദേശത്തും സ്വദേശത്തുമായി ജോലിക്കായി ബുദ്ധിമുട്ടുന്നവർക്കും അവരുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ മാർഗത്തെ അവിടുന്ന് തെളിയിച്ചു കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ നേർവഴിയിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് പാപമോചനവും മാനസാന്തരവും നൽകി അവിടുത്തെ തൃക്കൈ ഉയർത്തി വാഴ്ത്തി അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുമൂലം അക്രമാസക്തരായി കഴിയുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവർക്ക് ജ്ഞാനവും ബോധവും ഉള്ളവരാക്കി തീർക്കണമേ എന്നും കർത്താവിനോട് നാം അപേക്ഷിക്കുന്നു. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, രാജ്യങ്ങളും ദേശങ്ങളും ജനതകളും തമ്മിലുള്ള യുദ്ധങ്ങളും യുദ്ധകാരണങ്ങളും നീക്കി ലോകത്തിന് ശാന്തിയും സമാധാനവും ഐകമത്യവും വാഴുവാൻ അവിടുന്ന് സംഗതിയാക്കണമേ. പ്രകൃതിയെ നിയന്ത്രിക്കുന്നവനായ കർത്താവെ, അവിടുന്ന് ഭൂമിയും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന സങ്കീർത്തനക്കാരന്റെ വചനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നവനായ കർത്താവെ, അവിടുന്ന് പ്രകൃതിക്ഷോഭത്താൽ വലയുന്നവർക്കും ക്ഷാമവും ഭൂകമ്പവും ങ്ങളിൽ വലയുന്നവർക്കും ആശ്വാസവും സമാധാനവും നൽകി അവർക്ക് സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകണമെന്ന്. പ്രത്യേകിച്ചും കാലിഫോർണിയയിലെ കാട്ടുതീയിലും സൗദിയിലെ വെള്ളപ്പൊക്കവും ബ്രിട്ടനിലെ കൊടുങ്കാറ്റിലും വലയുന്നവർക്ക് തക്കതായ അവർക്ക് സഹായം നൽകി അവരെ അനുഗ്രഹിക്കാനും പലരുടെയും ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. അവരുടെ ബന്ധുക്കളും ആയിട്ടും പല വിധത്തിലുള്ള നാശനഷ്ടങ്ങളാൽ അവർ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ അവർക്ക് ഫലസമൃദ്ധമായ കാലങ്ങൾ നൽകി എല്ലാ പ്രതികൂലതകളെയും തടഞ്ഞ് സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവരുടെ അപേക്ഷയെ സ്വീകരിച്ച് ഉത്തരമരുളണമേ. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് യാചിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ഈ ദാസരെ സകല ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളികൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തക്ക തുണയെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിന്റെ ആത്മാവിന്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവിൽ നിറവുള്ളവരായിരിക്കാനും മാനസാന്തരമുള്ളവരായി തീരുവാനും നിന്റെ കയ്യിലെ ആയുധങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മക്കളില്ലാത്തവർക്ക് വേണ്ടി വന്ധ്യകളായിരുന്ന സാറായ്ക്കും എലിസബത്തിനും വാർദ്ധക്യത്തിൽ മക്കളെ നൽകിയ കർത്താവെ, മക്കളില്ലാത്തവർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനകളെ നേർച്ചയും കൈക്കൊണ്ട് യാചനകൾക്ക് മറുപടി നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ആത്മീയ വിശുദ്ധ മാതാവേ, സകല ശുദ്ധിമതികളുമേ, സകല പരിശുദ്ധന്മാരേവരുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസം നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു അച്ഛ. താങ്ക് യു. ആന്റി. വത്സാന്റിയുടെയും ആന്റിയുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Litty Matthew will now give a vote of thanks for today's meeting. Good afternoon.
First of all, I would like to thank all the MMBS members who attended today's prayer meeting. Your participation and prayers are the pillars of this prayer meeting. Thank you, Abiyachan, for explaining the importance of silence to grow in grace, a short but important point that we have to practice in our lives. Sheen Kochama, thank you so much for your inspirational message about the qualities of Abigail and how important it is to practice those qualities in each of our lives, especially understanding that wisdom is more important than knowledge, humility, avoiding self-justification, and the importance of God's will in our lives, and also to appreciate others. Thank you once again, Sheen Kochama, for your time. Thank you to all Achans who joined today. I'm not sure if anybody else other than Abiyachan attended, but and also a special thanks to Elizabeth Andy and Shini for conducting this prayer meeting. Thanks to Bina, Christina, Leela Auntie, Raji, and Valse Auntie for volunteering for Bible reading, songs, and leading the intercessory prayer. I know some of you had to take break from work to participate in the prayer. Thanks so much for that. And by God's grace, all that effort won't go in vain. Finally, thanks to Abiyachan, Shini, and Sheena for your leadership and support to all MMVS members. I hope I didn't miss anyone. Thank you, and may God bless us all. Thank you, Litty, for coordinating and arranging everyone for today's prayer. Thank you so much. Thank you, everyone. Thank you. Have a great day. Thank you. Thank you, Acha.